ചാർജ് കാരിയേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ്റെ ബേസിൽ നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? ചാർജ് കാരിയേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ്റെ ബേസിൽ, അതായത് ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും കോൺസെൻട്രേഷൻ്റെ ബേസിൽ നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്? എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും. ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും കോൺസെൻട്രേഷൻ്റെ, ചാർജ് കാരിയേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ്റെ ബേസിൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും. ഇതിൽ ആദ്യത്തെയാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്ന് നോക്കാം. നമ്മൾ സിലിക്കണിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പം സിലിക്കണിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിനകത്ത് സെൻറ്ററിൽ ഒരു സിലിക്കൺ ആറ്റവും ചുറ്റും 4 സിലിക്കൺ ആറ്റവുമാണ്. സെൻറ്ററിൽ ഇരിക്കുന്ന സിലിക്കൺ ആറ്റം ചുറ്റുമുള്ള 4 സിലിക്കൺ ആറ്റവുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി നോക്കിക്കേ, ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിനകത്ത് സെൻറ്ററിലിരിക്കുന്ന സിലിക്കൺ ആറ്റത്തിന് പകരം നമ്മൾ അവിടെ ഒരു പെൻഡാവാലൻ്റ് ആറ്റം വയ്ക്കുക. എന്താ ഈ പെൻഡാവാലൻ്റ് ആറ്റം? പെൻഡാവാലൻ്റ് ആറ്റം എന്ന് പറഞ്ഞാൽ വാലൻസ് ഷെല്ലിൽ അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ കാണും. പെൻഡാവാലൻ്റ് ആറ്റം എന്ന് വെച്ചാൽ എന്താണ്? വാലൻസ് ഷെല്ല് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കാണും? 5 ഇലക്ട്രോൺ കാണും. അതിനൊരു എക്സാമ്പിളാണ്, പെൻഡാവാലൻ്റ് ആറ്റത്തിൻ്റെ എക്സാമ്പിളാണ് അഴ്സനിക്ക്, ആൻറ്റിമണി, ബിസ്മത്ത്, ഫോസ്ഫറസ്. ഏതൊക്കെയാണ് പെൻഡാവാലൻ്റ് ആറ്റംസ്? അഴ്സനിക്ക്, ആൻറ്റിമണി, ബിസ്മത്ത്, ഫോസ്ഫറസ്. സോ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് സെൻറ്ററിലിരിക്കുന്ന സിലിക്കൺ ആറ്റത്തിന് പകരം നമ്മൾ ആരെ റീപ്ലേസ് ചെയ്യും? ഒരു പെൻഡാവാലൻ്റ് ആറ്റം റീപ്ലേസ് ചെയ്യും. അപ്പം ഈ പെൻഡാവാലൻ്റ് ആറ്റമാണ് അവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി. പെൻഡാവാലൻ്റ് ആറ്റത്തിന് ഉദാഹരണമാണ് അഴ്സനിക്, ആൻറ്റിമണി, ഫോസ്ഫറസ്, ബിസ്മത്ത്. അഴ്സനിക്, ആൻറ്റിമണി, ബിസ്മത്ത്, ഫോസ്ഫറസ്. ഇതാണ് പെൻഡാവാലൻ്റ് ആറ്റത്തിന് ഉദാഹരണങ്ങൾ. അപ്പം സെൻറ്ററിൽ ഇരിക്കുന്ന സിലിക്കൺ ആറ്റത്തിന് പകരം നമ്മൾ അവിടെ ഒരു പെൻഡാവാലൻ്റ് ആറ്റം വെക്കും. അപ്പോൾ ഇതിനകത്ത് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്തെ ഡോപ്പൻ്റ് ആരാണ്? എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്തെ ഡോപ്പൻ്റ് പെൻഡാവാലൻ്റ് ആറ്റമാണെന്ന് ഓർത്തിരിക്കുക. സോ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്തേക്കുന്ന ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ഡോപ്പൻ്റ് ഏതാ? പെൻഡാവാലൻ്റ് ആറ്റം. അപ്പം ഈ സെൻറ്ററിലിരിക്കുന്ന സിലിക്കൺ ആറ്റത്തിന് പകരം അവിടെ ഒരു പെൻഡാവാലൻ്റ് ആറ്റം വരും. അങ്ങനെയാണെങ്കിൽ പെൻഡാവാലൻ്റ് ആറ്റത്തിൻ്റെ 4 ഇലക്ട്രോൺ ചുറ്റുപാടുമുള്ള 4 സിലിക്കൺ ആറ്റവുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഈ കൊണ്ടുവയ്ക്കുന്ന പുതിയ പെൻഡാവാലൻ്റ് ആറ്റത്തിൻ്റെ 4 ഇലക്ട്രോൺസ് നെയ്ബറിങ് 4 സിലിക്കൺ ആറ്റവുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. പക്ഷേ 5ാമതൊരു ഇലക്ട്രോൺ കൂടി പെൻഡാവാലൻ്റ് ആറ്റത്തിനുണ്ട്. ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് സിലിക്കൺ ആറ്റത്തിനോട് ലൂസ്ലി ബൗണ്ടഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? സിലിക്കൺ ആറ്റത്തിൻ്റെ അടുത്ത് കാണും, പക്ഷേ അത് കോവാലന്റ് ബോണ്ടിലൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഫ്രീ ഇലക്ട്രോൺ ആണ്. ഇങ്ങനെ പെൻഡാവാലൻ്റ് ആറ്റം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫ്രീ ഇലക്ട്രോൺ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എനർജി ബാൻഡ് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. കണ്ടക്ഷൻ ബാൻഡ് കംപ്ലീറ്റ്ലി എംറ്റിയുമാണ്. എവിടെ? 0 കെൽവിനിൽ വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, കണ്ടക്ഷൻ ബാൻഡ് കംപ്ലീറ്റ്ലി എംറ്റിയാണ്. പക്ഷേ ഇവിടെ ഒരു ഇലക്ട്രോൺ ഇല്ലേ? സിലിക്കൺ ആറ്റത്തിനോട് ചേർന്ന് നിൽക്കുന്ന ലൂസ്ലി ബൗണ്ടായിട്ടൊരു ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എനർജി ബാൻഡ് ഡയഗ്രത്തിനകത്ത് ഒരു പുതിയ എനർജി ലെവൽ ഫോം ചെയ്യുന്നുണ്ട്. ഈ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിൻ്റെ, ഈ ഫ്രീ ആയിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ നിൽക്കുന്ന ഇലക്ട്രോണുകളുടെ എനർജി കാണിക്കുന്ന ഒരു പുതിയ എനർജി ലെവൽ നമ്മുടെ എനർജി ബാൻഡ് ഡയഗ്രത്തിലുണ്ട്. ആ ലെവലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോണർ ലെവൽ. ഓക്കെ, അപ്പം എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ 0 കെൽവിനിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് വാലൻസ് ബാൻഡും ഉണ്ട്, കംപ്ലീറ്റ്ലി എംറ്റി കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. പക്ഷേ ആരും കൂടി ഉണ്ട്? പെൻഡാവാലൻ്റ് ആറ്റത്തിൻ്റെ കൂടെ ഒരു ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഉണ്ട്. ബോണ്ടിലൊന്നും ഫോം ചെയ്യാതെ ആറ്റത്തിൻ്റെ കൂടെ വെറുതെ നിൽക്കുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ട്, അവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ. അങ്ങനെയുള്ള ഫ്രീ ഇലക്ട്രോണുകളുടെ എനർജി ലെവൽ കാണിക്കാനായിട്ട് അവിടെ ഒരു പുതിയ എനർജി ലെവലുണ്ട്. ആ എനർജി ലെവലാണ് ഡോണർ ലെവൽ എന്ന് വിളിക്കുന്നത്. ഈ ഡോണർ ലെവലിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? കണ്ടക്ഷൻ ബാൻഡിൻ്റെ തൊട്ട് താഴെയായിരിക്കും ഡോണർ ലെവൽ. കണ്ടക്ഷൻ ബാൻഡിൻ്റെ തൊട്ട് താഴെയായിരിക്കും ഡോണർ ലെവൽ. അതുകൊണ്ടുള്ള പ്രത്യേകത എന്താ? ഡോണർ ലെവലിൽ നിൽക്കുന്ന ഈ ഫ്രീ ഇലക്ട്രോൺസിന് കുറച്ച് എനർജി കിട്ടിയാൽ അവർ എക്സൈറ്റഡ് ആയി എവിടെ ചെല്ലും? കണ്ടക്ഷൻ ബാൻഡിൽ ചെല്ലും. സോ നമ്മുടെ പെൻഡാവാലൻ്റ് ആറ്റത്തിൻ്റെ ആ ഫ്രീ ഇലക്ട്രോൺ ഇല്ലേ, അതിനൊരു ഇച്ചിരി എനർജി കിട്ടിയാൽ അത് എക്സൈറ്റഡ് ആയി എവിടെ ചെല്ലും? അത് കണ്ടക്ഷൻ ബാൻഡിൽ ചെല്ലും. അതായത് ഈ ആറ്റത്തിൻ്റെ കൂടെ വെറുതെ നിൽക്കുന്ന ആ ലൂസ്ലി ബൗണ്ട് ഫ്രീ ഇലക്ട്രോണിനെ അതിനെ എക്സൈറ്റ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിക്കാൻ വളരെ കുറച്ച് എനർജി മതി. സോ ജസ്റ്റ് ടെമ്പറേച്ചർ കുറച്ച് കൂടുമ്പോഴേ എന്നാ പറ്റും? ഈ ഇലക്ട്രോൺസ്, ഡോണർ ലെവലിൽ നിൽക്കുന്ന ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും.
സോ നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ അൾസനിക് ആറ്റവും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഓരോ ഇലക്ട്രോണിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോണിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിസ്റ്റൽ സ്ട്രക്ചറിനകത്തേക്ക് ഫ്രീ ഇലക്ട്രോണിനെ സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോണർ ഇമ്പ്യൂരിറ്റി. ഇങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസ് അറിയപ്പെടുന്ന പേരാണ് ഡോണർ ഇമ്പ്യൂരിറ്റി. കാര്യം എന്നാ, അവർ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെമി കണ്ടക്ടറിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, വാലൻസ് ബാൻഡിൽ അല്ല ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയി വരുന്നത്. സോ വാലൻസ് ബാൻഡിൽ ഹോള് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺ എത്തുന്നുമുണ്ട്. സോ കണ്ടക്ഷൻ ബാൻഡിൽ കുറേ ഡോണർ ആറ്റംസിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കോൺസെൻട്രേഷൻ ഓഫ് ഹോളിനേക്കാളും കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള സെമി കണ്ടക്ടേഴ്സാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ കൂടുതലായിരിക്കും, കോൺസെൻട്രേഷൻ ഓഫ് ഹോള് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആരാണ് മെജോറിറ്റി ചാർജ് കാരിയർ? ഇലക്ട്രോൺ മെജോറിറ്റി ചാർജ് കാരിയറും ഹോള് മൈനോറിറ്റി ചാർജ് കാരിയറുമാണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺ ആണ് മെജോറിറ്റി ചാർജ് കാരിയർ, ഹോള് മൈനോറിറ്റി ചാർജ് കാരിയറാണ്. സോ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഒന്നുകൂടെ പറഞ്ഞാൽ, ജസ്റ്റ് ബ്രീഫ് ചെയ്താൽ, എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു പുതിയ എനർജി ലെവലുണ്ട്, ഡോണർ ലെവൽ. കണ്ടക്ഷൻ ബാൻഡിൻ്റെ തൊട്ട് താഴെയാണ് അത് നിൽക്കുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് കൂടുതലാണ്, കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ് കുറവാണ്. ഏതൊക്കെ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന ഡോപ്പൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആരൊക്കെയാണ്? അൾസനിക്, ആൻറ്റിമണി, ബിസ്മത്ത്, ഫോസ്ഫറസ്. പിന്നെ നമ്മൾ പറഞ്ഞെന്താ, ഇങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇമ്പ്യൂരിറ്റീസ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണ് ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന്. മെജോറിറ്റി ചാർജ് കാരിയർ ഇലക്ട്രോണും മൈനോറിറ്റി ചാർജ് കാരിയർ ഹോളുമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പി ടൈപ്പ് സെമി കണ്ടക്ടറാണ്. സിലിക്കണിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. സിലിക്കണിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിനകത്ത് സെൻട്രലിലുള്ള സിലിക്കൺ ആറ്റത്തിന് പകരം നമ്മളൊരു ട്രൈവാലൻ്റ് ആറ്റം ആഡ് ചെയ്തെന്ന് വിചാരിക്കുക. ട്രൈവാലൻ്റ് ആറ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? ട്രൈവാലൻ്റ് ആറ്റത്തിന് വാലൻസ് ഷെല്ലിൽ അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോണേ ഉള്ളൂ. ട്രൈവാലൻ്റ് ആറ്റത്തിൻ്റെ പ്രത്യേകത വാലൻസ് ഷെല്ലിൽ അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോണേ ഉള്ളൂ. ട്രൈവാലൻ്റ് ആറ്റത്തിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ട്രൈവാലൻ്റ് ആറ്റമുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. മറന്നു പോകരുത്, ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. അപ്പം ഇതിലേതെങ്കിലും ട്രൈവാലൻ്റ് ആറ്റം എടുത്തിട്ട് നമ്മുടെ സിലിക്കണിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിലെ സെൻട്രൽ സിലിക്കൺ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വയ്ക്കുക. അങ്ങനെ വെച്ചാൽ എന്നാ സംഭവിക്കും? ഈ ട്രൈവാലൻ്റ് ആറ്റത്തിൻ്റെ 3 ഇലക്ട്രോൺ, ട്രൈവാലൻ്റ് ആറ്റത്തിൻ്റെ 3 വാലൻസ് ഇലക്ട്രോൺ നെയ്ബറിങ് 3 സിലിക്കൺ ആറ്റവുമായിട്ട് കോവാലൻ ബോണ്ട് ഫോം ചെയ്യും. ട്രൈവാലൻ്റ് ആറ്റത്തിൻ്റെ 3 വാലൻസ് ഇലക്ട്രോൺ നെയ്ബറിങ് 3 സിലിക്കൺ ആറ്റവുമായിട്ട് കോവാലൻ ബോണ്ട് ഫോം ചെയ്യും. 4മതൊരു ബോണ്ടും കൂടെ ഫോം ചെയ്യണമായിരുന്നു. പക്ഷേ നമ്മുടെ ട്രൈവാലൻ്റ് ആറ്റത്തിന് 4മതൊരു ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ എന്നാ പറ്റും? അവിടെ ഒരു എം ഡി സ്പേസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് 1 ഇലക്ട്രോൺ ഉണ്ടാവും. ഒന്നെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുന്നത്? അവിടെ ഒരു എം ഡി സ്പേസ്, അതായത് അവിടെ ഒരു ഇലക്ട്രോൺ വേണമായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ ഇലക്ട്രോൺ ഇല്ല. സോ അവിടെ ഒരു വേക്കൻസി ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും, അല്ലെ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന വേക്കൻസി ഓഫ് ഇലക്ട്രോൺ അല്ലെ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോൾ എന്ന് വിളിക്കുന്നത്. സോ എന്താണ് ഹോള്? വേക്കൻസി ഓഫ് ഇലക്ട്രോൺ അല്ലെ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ആണ്. നമ്മൾ ട്രൈവാലൻ്റ് ആറ്റത്തിനെ എടുത്തേച്ച് സെൻട്രലിലെ സിലിക്കണിന് പകരം വെച്ചാൽ എന്നാ സംഭവിക്കും? ട്രൈവാലൻ്റ് ആറ്റത്തിൻ്റെ 3 ഇലക്ട്രോൺ നെയ്ബറിങ് 3 സിലിക്കൺ ആറ്റവുമായിട്ട് കോവാലൻ ബോണ്ട് ഫോം ചെയ്യും. 4മതൊരു ബോണ്ട് കൂടെ അവിടെ ഫോം ചെയ്യണമായിരുന്നു, പക്ഷേ 4മതൊരു ബോണ്ട് ഫോം ചെയ്യേണ്ടടുത്ത് അവിടെ ഒരു എം ഡി സ്പേസാണ് ഉണ്ടാവുന്നത്. ആ 4മത്തെ ബോണ്ടിനകത്ത് ഒരു ഇലക്ട്രോണിന് പകരം ഒരു എം ഡി സ്പേസ്, വേക്കൻസി ഓഫ് ഇലക്ട്രോൺ ആണ് വരുന്നത്. ഈ വേക്കൻസി ഓഫ് ഇലക്ട്രോണിനെ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രൈവാലൻ്റ് ആറ്റം സിലിക്കണിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത് വാലൻസ് ബാൻഡിൽ ഒരു വേക്കൻസി ഓഫ് ഇലക്ട്രോൺ ഉണ്ടാക്കും, അതായത് ഒരു ഹോൾ ഉണ്ടാക്കും. സോ ട്രൈവാലൻ്റ് ആറ്റത്തിനെ എടുത്തിട്ട് നമ്മൾ സിലിക്കണിനകത്തേക്ക് ആഡ് ചെയ്താൽ എന്നാ പറ്റും? അത് വാലൻസ് ബാൻഡിൽ ഒരു ഹോൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ വാലൻസ് ബാൻഡിൽ ഒരു വേക്കൻസി ഓഫ് ഇലക്ട്രോൺ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത്?
നമ്മൾ എനർജി ബാൻഡ് ഡയഗ്രാം നോക്കിയാൽ അറിയാം, വാലൻസ് ബാൻഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു പുതിയ എനർജി ലെവൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. നമ്മൾ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പം വാലൻസ് ബാൻഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു പുതിയ എനർജി ലെവൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ പുതിയ എനർജി ലെവൽ അറിയപ്പെടുന്ന പേരാണ് അക്സെപ്റ്റർ ലെവൽ. അപ്പം വാലൻസ് ബാൻഡും ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. അപ്പം വാലൻസ് ബാൻഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു പുതിയ എനർജി ലെവൽ ക്രിയേറ്റ് ആവും. ആ എനർജി ലെവലിൻ്റെ പേരാണ് അക്സെപ്റ്റർ ലെവൽ. എന്തുകൊണ്ടാണ് അക്സെപ്റ്റർ ലെവൽ എന്ന് വിളിക്കുന്നത്? ഈ അക്സെപ്റ്റർ ലെവലിനകത്ത് കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പം ഒരു ശകലം എനർജി കിട്ടിക്കഴിഞ്ഞാൽ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയിട്ട് അക്സെപ്റ്റർ ലെവലിലേക്ക് പോകും. അപ്പം വാലൻസ് ബാൻഡും അക്സെപ്റ്റർ ലെവലും തമ്മിൽ വലിയ എനർജി ഡിഫറൻസ് ഇല്ല. കുറച്ച് എനർജി കിട്ടിയാൽ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും? അക്സെപ്റ്റർ ലെവലിലേക്ക് പോകും. അങ്ങനെ വാലൻസ് ബാൻഡിൽ എന്ത് ക്രിയേറ്റ് ആവും? വേക്കൻസി ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോള് ക്രിയേറ്റ് ആവും. സോ അക്സെപ്റ്റർ ലെവൽ വന്നതുകൊണ്ട് ഈ അക്സെപ്റ്റർ ലെവൽ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അക്സെപ്റ്റർ എനർജി ലെവൽ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് വാലൻസ് ബാൻഡിൽ ഹോൾസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഹോൾസ് കാരണമാണ് പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് കറൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ വാലൻസ് ബാൻഡിലുള്ള ഹോൾസ് കാരണമാണ് പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് കറൻറ്റ് കണ്ടക്ട് ചെയ്തത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ വാലൻസ് ബാൻഡിൽ ഹോൾസ് ഉണ്ട്, പക്ഷേ കണ്ടക്ഷൻ ബാൻഡിൽ അത്ര ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. കാരണം ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയി അക്സെപ്റ്റർ ലെവലിലേക്കാണ് പോയേക്കുന്നത്. വാലൻസ് ബാൻഡിൽ ഹോളുണ്ട്. സപ്പോസ് നിങ്ങൾ 20 ട്രൈവാലൻ്റ് ആറ്റം ആഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. 20 ഒന്നും അല്ല ആഡ് ചെയ്യുന്നത്, ജസ്റ്റ് എക്സാമ്പിളിന് പറഞ്ഞതാണ്. 20 ട്രൈവാലൻ്റ് ആറ്റം ആഡ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പം അവിടെ 20 ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് അക്സെപ്റ്റർ ലെവലിലേക്ക് പോയി. അപ്പം വാലൻസ് ബാൻഡിൽ 20 ഹോൾസ് ഉണ്ട്, പക്ഷേ കണ്ടക്ഷൻ ബാൻഡിൽ 20 ഇലക്ട്രോൺസ് എത്തിയിട്ടില്ല. 20 ഇലക്ട്രോൺസ് അക്സെപ്റ്റർ ലെവലിലാണ്. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഇല്ല താനും, എന്നാൽ വാലൻസ് ബാൻഡിൽ 20 ഹോൾസ് ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാം? പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് വാലൻസ് ബാൻഡിൽ ഹോൾ കോൺസെൻട്രേഷൻ കൂടുതലാണ്. കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺ കോൺസെൻട്രേഷനേക്കാളിലും വാലൻസ് ബാൻഡിൽ ഹോൾ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ കാരണം വാലൻസ് ബാൻഡിലെ ഹോൾസ് അല്ലെങ്കിൽ വേക്കൻസി ഓഫ് ഇലക്ട്രോൺ ആണ്. അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് വാലൻസ് ബാൻഡിലെ ഹോൾ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയർ ആരാ? പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയർ ഹോളാണ്. പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയർ ഹോളാണ്. മൈനോറിറ്റി കാരിയർ ആരാണ്? ഇലക്ട്രോൺ ആണ്. ഇനി ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്താ ചെയ്യുന്നത്? ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരെന്നാ? ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയെ വിളിക്കുന്ന പേര് അക്സെപ്റ്റർ എന്നാണ്. ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയെ വിളിക്കുന്ന പേരെന്താ? അക്സെപ്റ്റർ. സോ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്നറിയപ്പെടുന്നത്. ഇനി ഇങ്ങനെയുള്ള കണ്ടക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താ? നമ്മൾ ആഡ് ചെയ്യുന്ന ഡോപ്പൻറ്റിൻ്റെ വാലൻസി പേരൻ്റ് ആറ്റത്തിൻ്റെ വാലൻസിയേക്കാളും കുറവായിരിക്കണം. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കേ, പേരൻ്റ് ആറ്റത്തിൻ്റെ വാലൻസി 4 ആഡ് ചെയ്തേക്കുന്ന ഡോപ്പൻറ്റിൻ്റെ വാലൻസി 3. അപ്പോൾ ഡോപ്പൻറ്റിൻ്റെ വാലൻസി പേരൻ്റ് ആറ്റത്തിൻ്റെ വാലൻസിയേക്കാളും കുറവായിരിക്കണം. അങ്ങനെയുള്ള സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നത്. ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെയാണ്? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇതെല്ലാമാണ് പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്തെ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ്. പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്തെ മെജോറിറ്റി കാരിയേഴ്സ് ആരാണ്? അത് ഹോൾസ് ആണ്. മൈനോറിറ്റി കാരിയേഴ്സ് ആരാണ്? അത് ഇലക്ട്രോൺസ് ആണ്. പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് പുതുതായിട്ട് ഫോം ചെയ്യുന്ന എനർജി ലെവൽ ഏതാ? അക്സെപ്റ്റർ ലെവലാണ്. അത് എവിടെയാണ് അക്സെപ്റ്റർ ലെവൽ? വാലൻസ് ബാൻഡിൻ്റെ തൊട്ട് മുകളിലാണ്. ഈ അക്സെപ്റ്റർ ലെവൽ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ വാലൻസ് ബാൻഡിൽ ഹോൾസ് ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടർ പഠിക്കാനുള്ളത്. സോ നമ്മുടെ എൻ ടൈപ്പും പി ടൈപ്പും സെമി കണ്ടക്ടർ കഴിഞ്ഞു. ഇനി നമുക്ക് പി എൻ ജംഗ്ഷനാണ് പഠിക്കാനുള്ളത്. താങ്ക്